ഹായ് ഫ്രണ്ട്സ്, അസാക്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് കഴിഞ്ഞ ഒരു ദിവസം ഞാനൊരു ഊണിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതധികം ആളുകളൊന്നും കണ്ടിട്ടൊന്നുമില്ല. എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞാൻ ഇന്ന് വന്നത് വേറെ നമ്മുടെ പാചക വീഡിയോ ആയിട്ടൊന്നുമല്ല, വെറുതെ നിങ്ങളുമായിട്ട് ഇച്ചിരി സമയം ഒന്ന് വർത്തമാനം പറയാമെന്ന് കരുതി കേട്ടോ. കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാമെന്ന് കരുതി. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇതേ നമ്മുടെ വീടിൻ്റെ വാതിലാണേ, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? കണ്ടോ തോട്, വെള്ളം കണ്ടോ, വെള്ളത്തിൻ്റെ കളർ കണ്ടോ, ഭയങ്കര കലക്ക വെള്ളം ഒഴുകി വരുവാണേ. നമുക്ക് കൊയ്ത്തായിരുന്നു കേട്ടോ. കൊയ്ത്തെല്ലാം കഴിഞ്ഞ് നെല്ലെല്ലാം കയറിപ്പോയി. അപ്പോൾ എല്ലായിടത്തും കണ്ടത്തിലെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് വെള്ളം ഇങ്ങനെ നെല്ലിൻ്റെ ബാക്കിയുള്ള ഭാഗമൊക്കെ ചീഞ്ഞിട്ട് വരുന്ന വെള്ളമാണ് ഇത്. അഴുക്ക് വെള്ളം കണ്ടോ. നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. മറ്റേതെല്ലാവരും വെള്ളം എടുക്കുകയും നനയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ചീത്ത വെള്ളമാണ്. അതുപോലെ തന്നെ കൃഷിയെല്ലാം കഴിഞ്ഞു, നെല്ലെല്ലാം കൊയ്ത്തെല്ലാം കഴിഞ്ഞു, നെല്ലെല്ലാം കയറിപ്പോയി. കുറച്ച് നെല്ലൊക്കെ ആവശ്യത്തിനെടുത്ത് വെച്ചു. ഇനിയിപ്പോൾ അതൊന്ന് പച്ചനെല്ല് കുത്തിച്ച് അരിപ്പൊടിയൊക്കെ ആക്കി എടുക്കണം. കുറേ കൂടെ ജോലികളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ അതിൻ്റെയൊക്കെ പുറകെ നടന്നതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇത് കണ്ടോ, ഒരു കൊല കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. നമ്മുടെ ഇവിടെ ഒരു കൊലയുണ്ടായി നിൽക്കുന്നതാണ്. ഇത് നിൽക്കുന്ന കാരണം അങ്ങോട്ട് വലിയ പാടാണ്. ഞാനിത് മാറ്റി കാണിക്കാതെ. ഇത് കണ്ടോ, നമ്മുടെ കുടപ്പനെല്ലാം വിരിഞ്ഞ് നിൽക്കുവാണ്, തേനെല്ലാം വിരിഞ്ഞ് നിൽക്കുന്നു. പക്ഷെ കുറച്ച് മേളിലായതാണ്, നമുക്ക് എടുക്കാനൊന്നും നിവർത്തിയില്ല കേട്ടോ. കുറച്ച് താഴെയായിരുന്നെങ്കിൽ ഞാനിതൊന്ന് എടുത്തേനെ, പക്ഷെ രക്ഷയില്ല. ഇനി നമുക്ക് വേറെ നമ്മുടെ ഈ ചുറ്റുപാടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഞാൻ വൈകുന്നേരം നിലവിളക്കെല്ലാം ഒരുക്കി വെച്ചിരിക്കുക കേട്ടോ. നിലവിളക്ക് കത്തിക്കാൻ വേണ്ടി അതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. പൂവെല്ലാം പറിച്ച് തട്ടത്തിലെടുത്ത് വെച്ച് ഇനി ഒന്ന് മേല് കഴുകിയിട്ട് വന്നു. ഇനിയിപ്പോൾ ഒന്ന് വിളക്ക് കത്തിക്കണം. മണ്ഡലക്കാലമൊക്കെ അല്ലേ. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ശബരിമലയ്ക്ക് പോകണവരൊക്കെ കാണുമല്ലോ അല്ലേ വീടുകളിൽ. ഇവിടെയും പോകുന്നുണ്ട് കേട്ടോ. ഇവിടുന്നും ഇവരുടെ അച്ഛൻ ശബരിമലയ്ക്ക് പോകുന്നുണ്ട് വ്രതത്തിൽ. അപ്പോൾ നമ്മൾ മീനോ മുട്ടയോ ഇറച്ചിയോ ഒന്നും വാങ്ങിക്കുന്നൊന്നുമില്ല. എല്ലാവരും നല്ല വ്രതശുദ്ധിയിലാണേ. അപ്പോൾ ഇനി വൈകുന്നേരം ഒന്ന് നിലവിളക്കൊക്കെ കത്തിക്കണം. വൈകുന്നേരം ഇപ്പോൾ ഒരു 5-5:45 കേട്ടോ സമയം. മൂടിക്കിടക്കുക മഴ. ഞാൻ പറഞ്ഞില്ലേ എവിടെയോ ന്യൂനമർദ്ദം വന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചുഴലിക്കാറ്റ് വരുന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ അതിൻ്റെ മൂടൽ മൊത്തത്തിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാതുക്കൽ ഒരു വെള്ള മുസോണ്ട പൂത്ത് നിൽക്കുന്നത് കണ്ടോ. ഒരു 6 മാസത്തിന് മുമ്പ് വാങ്ങിച്ച് നട്ട മുസയുണ്ട് കേട്ടോ. ഒരു കുഞ്ഞി തൈയായിരുന്നേ. അതിപ്പോൾ നിറച്ച് പൂവായിട്ട് നിൽക്കുന്നത് കണ്ടോ. നല്ല ഭംഗിയില്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി വെള്ള മുസണ്ടേ. ഒരു ചുമന്ന മുസോണ്ട അവിടെ വെച്ച് പിടിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒത്തിരി ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം പോയി. കഴിഞ്ഞ ഉണക്കിന് വെള്ളം അധികം ഒഴിക്കാതെ എല്ലാ ചെടികളും അങ്ങ് നശിച്ചു പോയി. അപ്പം നമുക്കിനി ഗാർഡനെല്ലാം രണ്ടാമതൊന്ന് സെറ്റ് ചെയ്യണമെന്ന് മുന്നോണ്ടിരിക്കുക. അതുപോലെ കണ്ടത് കണ്ടോ, മഞ്ഞ ജമന്തി കാണാൻ പറ്റുന്നുണ്ടോ. ഒത്തിരി പൂവുണ്ടായിരുന്നു കേട്ടോ. എല്ലാം പോയി. ഇപ്പം എല്ലാം പോയിട്ട് ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ ചെറിയ ചെറിയ പൂ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് നല്ല ഭംഗിയില്ലേ. അങ്ങനെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. എൻ്റെ പിച്ചി കണ്ടോ, പിച്ചിയിൽ മുട്ട ഉണ്ട്. വിരിയാറായി നിൽക്കുന്ന മുട്ടാണ്. ഇത് കണ്ടോ, ഇഷ്ടംപോലെ മുട്ട വന്നിട്ടുണ്ട്. അകത്തോട്ടാണ്. ഇവിടെ ഈ മുള്ളു റോസ നിൽക്കുന്നതാണ്. നമുക്ക് അകത്തോട്ടൊന്നും കയറി കാണിക്കാൻ പറ്റത്തില്ല. ഇത് കണ്ടോ, കഴിഞ്ഞ ദിവസം ഉണ്ടായ പിച്ചിപ്പൂവ്. ഞാനങ്ങനെ പറിക്കാറില്ലേ, ഇങ്ങനെ വെച്ച് ഇതേ തന്നെ നിർത്തുന്നുണ്ടാവുക. നമ്മൾ വൈകുന്നേരമൊക്കെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നല്ല മണമാണ് കേട്ടോ. നമുക്കിവിടെ ഒരുപാട് സ്ഥലമൊന്നുമില്ല കേട്ടോ, കുറച്ച് സ്ഥലമേ ഉള്ളൂ. എന്നാലും അതിനകത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ കുറേ ഫ്രൂട്ട്സിൻ്റെ തൈകളും അതുപോലെ തന്നെ ചെടികളും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം മുഴുവനൊന്നും കാണിച്ചില്ലെങ്കിലും കുറച്ചൊക്കെ ഞാനിപ്പോൾ ഒന്ന് കാണിക്കാം കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാനിവിടെ നട്ടിരിക്കുന്ന കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകളും അതുപോലെ തന്നെ ചെടികളും ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ അതൊന്ന് കാണാം കേട്ടോ. നമ്മുടെ കിലോ പേരയാണ്, റാത്തൽ പേരയാണ് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. അതിപ്പോൾ വാങ്ങിച്ചിട്ട് 1 വർഷത്തോളം ആകുന്നു. പക്ഷേ ഇതുവരെ കാ പിടിച്ചിട്ടില്ല. എന്താ കാര്യം എന്നറിയത്തില്ല. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് വെട്ടി നിർത്താമെന്ന് കരുതി. അപ്പോഴത്തേക്കും ഉണ്ടാവുമായിരിക്കും എന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. അതിച്ചിരി മേളിലാണ്. നിങ്ങൾ കണ്ടോ, ഒരു വള്ളി പടർന്നിരിക്കുന്ന കണ്ടോ, കാണാൻ പറ്റുമോ? ഇത് കണ്ടോ, ഇതാണ് വള്ളി. ഈ വള്ളി ഇതുവഴി പടത്തി മേപ്പോട്ട് കയറ്റി വിട്ടിരിക്കുന്നതാണ്. ആ വള്ളി ആ കുടംപുളിയെ കൂടെ കയറി കണ്ടോ, വള്ളി പോയിരിക്കുന്നതുണ്ടോ. അതങ്ങ് മേളിൽ ചെന്നിട്ടൊരു കായ ഉണ്ടായി നിൽക്കുന്നത് കാണാമോ. കണ്ടോ, അതെന്തോന്നറിയോ, അടതാപ്പാണേ. അടതാപ്പെന്ന് പറഞ്ഞ ഒരു കിഴങ്ങുണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ ഉരുളക്കിഴങ്ങിന് പകരം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് പറയുന്നത്. നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. അത് ഞാൻ നട്ടുപിടിപ്പിച്ചതാണ്. പക്ഷേ നമ്മൾ വിചാരിച്ചതുപോലെ അങ്ങോട്ട് ആയില്ല. അപ്പോൾ ആ കുടംപുളിയുടെ ഇടയ്ക്ക് കുറച്ച് കായ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ പറിക്കുമ്പോൾ കാണിക്കാം കേട്ടോ. അതിപ്പോൾ വിളഞ്ഞിട്ടില്ല, അപ്പോൾ നമുക്ക് പറിക്കാറായിട്ടില്ല. അപ്പോൾ ഞാൻ പറിക്കുമ്പോൾ അതിൻ്റെ വീഡിയോ കാണിക്കാവേ.
നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ അടതാപ്പിനെ കുറിച്ച് അറിയാവോ? അതുകൊണ്ട് എന്തെല്ലാം ചെയ്യാം, എങ്ങനെയാണെന്നുള്ളത് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ, ഇത് ബേറാപ്പിളാണേ. ഇത് നട്ടിട്ടിപ്പോൾ 1 വർഷമായിട്ടില്ല കേട്ടോ. ഇതെല്ലാം നട്ടിട്ട് 1 വർഷം ആകുന്നതേ ഉള്ളൂ. ഇതിൽ കാ പിടിച്ചിട്ടില്ല കേട്ടോ. കാ പിടിച്ചിട്ട് അങ്ങ് പൊഴിഞ്ഞു പോയി. ഇതിനേക്കാളും വലിയൊരു മരം നമ്മുടെ പുറവശത്ത് നിൽപ്പുണ്ടായിരുന്നേ. പക്ഷേ ഇത് കായെല്ലാം പിടിച്ച് വന്നപ്പോഴത്തേക്ക് അതിനെന്തോ ഫംഗസ് ബാധ ഉണ്ടായി, അതങ്ങ് കരിഞ്ഞു പോയി. അതിന് ശേഷം നമ്മൾ വാങ്ങിച്ച് നട്ടുപിടിപ്പിച്ചതാണ് ഈ ബേറാപ്പിൾ. ഒരു ചെറിയ കാന്താരി, ഇഷ്ടംപോലെ കാന്താരിമുളക് ഉണ്ടാകുന്നുണ്ട്. ഇതിനൊന്നും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, തന്നെത്താനെ വളർന്നു വരുന്നത്. അതുപോലെ കണ്ടോ, അതേ ഒരു കരിവേപ്പില വളർന്നു വരുന്നതുണ്ടോ, തന്നെത്താനെ കിളിച്ചു വരുന്ന കേട്ടോ. നമ്മൾ നട്ടിട്ടോ പിടിച്ചിട്ടോ ഒന്നുമല്ല, തനിയെ അങ്ങ് കിളിച്ചു വരും. ദേ നമ്മുടെ മാംഗോസ്റ്റ് കണ്ടോ, വൈക്കം മുഹമ്മദ് ബഷീർ ഇരുന്ന് കഥ എഴുതിയിരുന്നതിന് ഈ മാംഗോസിൻ്റെ ചുവട്ടിലിരുന്നാന്നല്ലേ പറയുന്നത്. അപ്പോൾ ആ ആഗ്രഹത്തിന് വാങ്ങിച്ച് നട്ടാ കേട്ടോ. അന്ന് കേൾക്കുമ്പോൾ ഈ മാംഗോസിന് എന്താണെന്ന് നമുക്കറിയത്തില്ല. എനിക്കറിയത്തില്ലായിരുന്നു മാംഗോസിന് പറഞ്ഞൊരു ഫ്രൂട്ട് ഉണ്ടോ, അതോ ഇങ്ങനെ വെറുതെ പറയുന്നതാണോ, അതോ മാങ്ങായ്ക്കാണോ പറയുന്നതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ മാംഗോസ്റ്റിൻ എന്ന് പറഞ്ഞ ഫ്രൂട്ട്സ് വരാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും ഇങ്ങനൊരു പഴം ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ അതൊരെണ്ണം നട്ടു വളർത്തണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഒരെണ്ണം നട്ടു വളർത്തിയതാണ് കേട്ടോ. പക്ഷേ ഇത് നമ്മൾ ചാമ്പ വെച്ചതുപോലെ കിളിക്ക് കൊടുക്കാനൊന്നും പറയുന്നില്ല കേട്ടോ. കാരണം കിളി നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല, ഭയങ്കര സാധനങ്ങളാണ് കേട്ടോ. എൻ്റെ ഈ ചാമ്പങ്ങ ഉണ്ടായിട്ട് ഇത്തവണ ഒരു ചെറിയ പൂപ്പ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം ഉണ്ടായ ചാമ്പയ്ക്ക കൂടെ മുഴുവൻ അവന്മാർ കൊണ്ടുപോയി കേട്ടോ. ഒരാകപ്പാടെ 3-4 എണ്ണമാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും പൂത്തിട്ടില്ല കേട്ടോ. അങ്ങനെ പൂക്കണമെങ്കിൽ ഒരു 2 മാസം കൂടെ കഴിയണം. ഇപ്പോൾ അവിടെ ഇവിടെയായിട്ട് ചെറിയ ചെറിയ മുട്ടുകളും പൂവുകളും ഒക്കെ വന്നിട്ടുണ്ട് കണ്ടോ. അതുപോലെ തന്നെ ദേ ഇവിടെ ഒരു കരിവേപ്പില നിൽപ്പുണ്ട് കണ്ടോ. ഇത് രണ്ടും കൂടെ ഒന്ന് വെച്ച് കെട്ടണം. ഇത് കണ്ടോ, ഇവിടെ ഒരു കരിവേപ്പില. ഈ കരിവേപ്പിനാണ് നമ്മൾ വളമൊക്കെ ചെയ്തത്. ഇത് കണ്ടോ, ഇത് പക്ഷേ 2 സൈഡിലോട്ടായിപ്പോയി. ഇനിയിപ്പോൾ ഒരു കമ്പ് നടുക്ക് വെച്ചൊന്ന് കെട്ടിക്കൊടുത്താൽ ഇവൻ റെഡിയാവും കണ്ടോ. അന്ന് നമ്മൾ വളമൊക്കെ കൊടുത്ത് റെഡിയാക്കിയ കരിയാപ്പും തൈയാണ്. നിറച്ച് ശിഖരമൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ. അത് താഴേന്നും ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഇത് റോബസ്റ്റാ കൊല, അതുണ്ടായിട്ട് ഇപ്പോൾ ഒരു 1-2 മാസമേ ആയിട്ടുള്ളൂ കേട്ടോ. വിളഞ്ഞിട്ടൊന്നുമില്ല, അതിങ്ങനെ നിൽക്കുക. ഒരു 2 മാസം കൂടെ കഴിഞ്ഞാൽ അത് വിളയും. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ചെറിയ കൊല കാണാമോ നിങ്ങൾക്ക്. അതുപോലെ ദേ ഇത് ജാതിയാണേ. ഇത് 3 വർഷം കൊണ്ട് കായ്ക്കും എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ, പഞ്ചായത്തിൽ നിന്നല്ല കൃഷി ഓഫീസിൽ നിന്ന് കിട്ടിയ ജാതിയാണ് കേട്ടോ. ഒരെണ്ണം നട്ടാൽ മതി, 2 എണ്ണമൊന്നും വേണ്ട, കിളിക്കുമെന്നും പറഞ്ഞ് തന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയായി. ഇനിയിപ്പം ഇപ്പം നട്ടിട്ട് ഇപ്പോൾ ഒരു 5-8 മാസമേ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ വേറൊരു സാധനം കൂടെ കാണിക്കാം കേട്ടോ. ഇത് നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഉണ്ടായിരിക്കും അല്ലേ, മുള്ളാത്ത. ഇത് നട്ടുപിടിപ്പിച്ച് വരുമോ. ഇത് വളരാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പം നന്നായിട്ടൊന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചെടി കണ്ടോ, ആ പൂ കണ്ടോ, പൊന്നരളി, സ്വർണ്ണാരളി എന്നാണ് പറയുന്നത് കണ്ടോ. നല്ല ഭംഗിയല്ല പൂ കാണാൻ. അത് നിറച്ച് പൂ പിടിക്കുന്നത്. പക്ഷെ ഞങ്ങളിപ്പം നട്ടു വളർത്തി വരുന്നതേ ഉള്ളൂ കേട്ടോ. എല്ലാ ചെടിയുടെ കൊമ്പയിലും ഓരോ ശിഖരത്തിലും ഓരോ കൊല പൂവുണ്ട്. ഇത് കണ്ടോ, സ്റ്റാർ ഫ്രൂട്ടാണ്. ഇത് മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ടാണെന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിച്ച് നട്ടിരിക്കുന്നതാണ് കേട്ടോ. ഇത് ഇതുവരെ ഒരു കായൊന്നും ഉണ്ടായിട്ടില്ല. വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷം ആയിട്ടില്ല, ഒരു 5-8 മാസമായിട്ടുണ്ട് സ്റ്റാർ ഫ്രൂട്ട്. അതേ കായ ഉണ്ടാകുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. അതുപോലെ ഇത് വിയറ്റ്നാം എയർലി പ്ലാവാണ്. ഇത് വാങ്ങിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു വർഷമായിട്ടുണ്ട് നട്ടിട്ട്. ആദ്യം കൊണ്ടുവച്ച് 2-3 മാസം കഴിഞ്ഞപ്പോൾ 2 ചക്കയുണ്ടായി. അത് തന്നെ അങ്ങ് പൊഴിഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും ഒരു ചക്കയുണ്ടായി, അതും പൊഴിഞ്ഞു പോയി കേട്ടോ. ഇനിയിപ്പോൾ ഇപ്രാവശ്യം ഉണ്ടാകുമായിരിക്കും. എന്നാലും അത് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളത് കളയണമെന്നാണ് പറയുന്നത്. പ്ലാവിന് ആരോഗ്യം വെച്ചതിന് ശേഷമേ ചക്ക ഉണ്ടാകാൻ സമ്മതിക്കാളെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വിയറ്റ്നാം എയർലി പ്ലാവ്. ഇത് കണ്ടോ, കുറ്റിക്കുരുമുളക്. കുരുമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അടിയിലാണ്, അകത്തോട്ട് കയറിയ കുരുമുളകൊക്കെ ഉണ്ടായി നിൽക്കുന്നത്. നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. മഴയുടെ ലക്ഷണമുണ്ട്. മഴക്കാറ് മാത്രമല്ല, മഴ പെയ്യുമെന്ന് തോന്നുന്നുണ്ട്. ഇതേ കണ്ടോ, കുരുമുളക് ഉണ്ടായി നിൽക്കുന്നുണ്ടോ. ഇവിടെയൊക്കെ അല്ലേ ഉണ്ടത്. അതുപോലെ ഇവിടെ കണ്ടോ, ഇഷ്ടംപോലെ കുരുമുളക് ഉണ്ടാകുന്നുണ്ട്. ഞാനിത് ഈ മീൻ മറക്കാനും അതിനൊക്കെ പച്ചക്കായിട്ട് തന്നെ അങ്ങ് പറിച്ചെടുക്കും. ഉണങ്ങാറില്ല കേട്ടോ, ഉണങ്ങി നമുക്ക് കിട്ടാറില്ല. അതുപോലെ തന്നെ കണ്ടം കണ്ടോ. ഞാൻ കൊയ്ത്തിന് മുമ്പ് നിങ്ങളെ കണ്ടം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. കണ്ടോ, ഇപ്പോൾ കൊയ്ത്തെല്ലാം കഴിഞ്ഞ്
നമ്മൾ കണ്ടത്തിലുണ്ടായിരുന്ന കച്ചിയെല്ലാം കത്തിച്ചൊക്കെ കളയും കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് മിഷ്യൻ ഇറങ്ങി ഉഴുതിട്ടേക്കുവാണ്. എല്ലാ കണ്ടമൊന്നും ഉഴുതിയിട്ടില്ല, നമ്മുടെയൊക്കെ കണ്ടം ഉഴുത് കഴിഞ്ഞു കണ്ടോ. ഇപ്പം നല്ല ക്ലീനാക്കി ഇട്ടേക്കുക. ഇനിയിപ്പം വെള്ളം കയറ്റി ഈ ഇട്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വിതയൊക്കെ കാണത്തുള്ളൂ. അതുപോലെ രമ്പ ചെടി, ബിരിയാണി കൈതാന്ന് പറയും ഇതിന് കണ്ടോ. ഇത് ഒത്തിരി ഉണ്ടായിരുന്നു, ഞാനിത് വെട്ടിക്കളഞ്ഞത് കേട്ടോ. ഇത് ഇത്രയായി ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പം ഞാനിന്ന് വിചാരിച്ചു കുറേ ആയി വീഡിയോ ചെയ്തിട്ട്, അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് സംസാരിക്കുകയും ചെയ്യാം, വീട്ടിൽ ഈ നമ്മുടെ ചെടികളും വിശേഷങ്ങളും ഒക്കെ കാണിക്കുകയും ചെയ്യാമെന്ന് കരുതി. പിന്നെ ഇങ്ങനെ പാചക വീഡിയോ ഒക്കെ ഇടണം എന്നുണ്ട് കേട്ടോ. പക്ഷേ എന്താണോ സമയമോ സന്ദർഭമോ ഒത്തു വരാത്ത കാരണം ഒന്നും ചെയ്യാത്തതാണേ. ഞാൻ വീഡിയോ ഇടുന്നില്ല എന്ന് വെച്ചിട്ട് നിങ്ങളാരും എന്നെ മറന്നു പോരുത് കേട്ടോ. എല്ലാവരും എൻ്റെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കയറി കാണണം. അതൊക്കെ വള്ളമൊക്കെ കിടപ്പുണ്ടോ, അപ്പുറത്തെ വീട്ടിൽ വള്ളമൊക്കെ ഉണ്ട്. അവർ വള്ളത്തിൽ അക്കരയിലോട്ടും ഇക്കരയിലോട്ടും ഒക്കെ ഓരോക്കെ ചെയ്യും. പണ്ടൊക്കെ ഇവിടങ്ങളിൽ എല്ലാ വീടുകളിലും ഇങ്ങനെ വള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം വള്ളമൊന്നും അങ്ങനെ വലുതായിട്ടില്ല. ഇത് ഇവിടെ കിടക്കുന്ന ഈ വള്ളം കണ്ട് ഫൈബറിൻ്റെ വള്ളമാണ്, കടലിൽ പോകുന്ന വള്ളമാണ് കേട്ടോ. അത് ഇതേ കടലിൽ പോകുന്ന വള്ളമാണ്. ഇതിവിടെ കൊണ്ട് നിട്ടിരിക്കുക കേട്ടോ. നമുക്ക് പിന്നെ എന്തെങ്കിലും കേടൊക്കെ വന്നു കഴിയുമ്പം അവിടെ ഇടാതെ അവർ ഇങ്ങോട്ടൊക്കെ കൊണ്ടിടും. അങ്ങനെ 2 വള്ളം കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അതിലൊന്ന് ഇവിടെ തന്നെ കിടപ്പുണ്ട്, ഒന്ന് അവർ കഴിഞ്ഞ ദിവസം കുറച്ചാൾ മുമ്പ് ആറ്റിൻ്റെ അവിടെ സൈഡിൽ കൊണ്ടിട്ടേ. ഇവിടെ ഇടയ്ക്ക് ഇതെല്ലാം ഗൗരി കയറി നിൽക്കുന്നതാണ്. ഇതിലോട്ട് കയറി നിൽക്കും. എനിക്ക് പേടിയാട്ടോ, ഞാൻ കയറത്തില്ല കണ്ടോ. ഇതേ നമ്മുടെ അടുത്തുള്ള വീടുകളൊക്കെയാണ്. തോടിൻ്റെ അക്കരെയാണ് നമുക്ക് കൂടുതലും വീടുകളുള്ളത് കണ്ടോ. നമ്മുടെ മോട്ടർ തറയെ നമ്മുടെ കണ്ടത്തിലെ കാര്യങ്ങളൊക്കെ വെള്ളമൊക്കെ അടിച്ചു കളയുന്ന മോട്ടർ തറ ഇത് കണ്ടോ. പണ്ടും വെള്ളപ്പൊക്ക സമയത്ത് മീൻ പിടിക്കാൻ വേണ്ടി കൊണ്ടിട്ടിരുന്ന കൂടാണ്. പിന്നെ അതാരെ എടുത്തുകൊണ്ട് പോകാതെ അവിടെ കിടന്നങ്ങ് നശിച്ചു പോയി കണ്ടോ. ഇനിയിപ്പോൾ അടുത്ത മഴയാകുമ്പോഴത്തേക്കും അതെല്ലാം റെഡിയാക്കി അവരിടുമല്ല. നമ്മുടെ കണ്ടത്തിലെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കയറ്റുക ഇറക്കുകയും ഒക്കെ ചെയ്യുന്ന ഇതുവഴിയാണ് ഈ തൂമ്പ് വഴി. ഇതാണ് നമ്മുടെ കണ്ടത്തിൻ്റെ മോട്ടർ തറയെ കണ്ടോ. ഇതാണ് മോട്ടർ തറ. ഞങ്ങളുടെ ഒരു ചെറിയ പാടശേഖരമാണ്, 10 ഏക്കർ വരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഈ മോട്ടർ തറ മതി എന്നാണ് പറയുന്നത് കണ്ടത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇട്ടേക്കുന്നത് കണ്ടോ. പണ്ടൊക്കെ ഇങ്ങനെയല്ല കേട്ടോ. പണ്ടൊക്കെ ഇങ്ങനെ ചക്രം ഇങ്ങനെ കറങ്ങുന്ന വേറൊരു മോട്ടറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ മോട്ടർ ആക്കിയിട്ട് ഇപ്പോൾ ഒരു 3-4 വർഷമായി കണ്ടോ. ദേ പാടത്തിൻ്റെ വ്യൂ കണ്ടോ. ഇങ്ങനെയാണ് ഞങ്ങളുടെ പാടം കിടക്കുന്നത് കണ്ടോ ഇങ്ങനെ കിടക്കുന്നത്. ഇനി ഇതിൻ്റെ അപ്പുറത്തും കുറച്ച് നിലമുണ്ട്, അങ്ങനെ കിടക്കുന്നത്. ദേ ഈ കുഴൽ വഴിയാണ് ഈ മോട്ടറിൽ നിന്ന് വെള്ളം അടിച്ച് ഈ കുഴൽ വഴി വെളിയിലോട്ട് കളയും കണ്ടോ. അത് കഴിഞ്ഞിട്ട് വെള്ളം അകത്തോട്ട് കയറ്റാൻ ആവശ്യമുള്ളപ്പോഴൊക്കെ തൂമ്പെല്ലാം തുറന്ന് വിട്ടിട്ട് അതുവഴി വെള്ളം കയറ്റും. ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിൻ്റെ കളർ കണ്ടോ, ഭയങ്കര മോശം കളർ കണ്ടോ. ഇത് കണ്ടോ, നമ്മുടെ ആ പുറകെ കിടക്കുന്ന കണ്ടമില്ലേ, വലിയ ഞങ്ങൾ പറഞ്ഞില്ലേ പാടശേഖരമാണെന്ന് പറഞ്ഞില്ലേ, നമ്മുടെ പുറകെ കിടക്കുന്ന കണ്ടം ഉൾപ്പെടുന്നതാണ്. അത് ദേ ഒഴുവാണ്. നമ്മുടെ ഈ പാടശേഖരം ഉഴുതെടുക്കുന്നത് ഇതുപോലത്തെ മെഷീൻ ഉപയോഗിച്ചാൽ കേട്ടോ. താഴ്ന്നൊക്കെ പോകുന്നത് കൊണ്ട് കുറച്ച് താഴ്ചയൊക്കെ ഉള്ള കണ്ടമാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഉഴുതെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കൃഷി കഴിഞ്ഞാൽ ഉടനെ തന്നെ വെള്ളം കയറ്റിയിട്ട് ഇതുപോലെ ഉഴുതെടുക്കുവേ. വലിയ പാടശേഖരങ്ങളിലൊക്കെ വലിയ ട്രാക്ടറും ഡ്രില്ലറും ഒക്കെ കൊണ്ടുവന്നാണ് കേട്ടോ ഉഴുതെടുക്കുന്നത്. ഇത് കണ്ടു, നമ്മുടെ തോടിനക്കരെയുള്ള പാടശേഖരമാണ്. ഇത് 4000 ഏക്കർ പാടമാണെന്നാണ് പറയുന്നത്. 4 പാടം എന്നാണ് കേട്ടോ ഈ പാടശേഖരത്തിൻ്റെ പേര്. അവിടെയും കൃഷിക്ക് കൊയ്ത്തെല്ലാം കഴിഞ്ഞ് ട്രാക്ടറൊക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങി ഉഴുതുകൊണ്ടൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട്, ഞങ്ങളിവിടെയാണ് ജീവിക്കുന്നത് കണ്ടോ. ഞങ്ങളുടെ വഴി കണ്ടോ, വലിയ ആൾക്കാരൊന്നും വരാനില്ലാത്തൊരു വഴിയാണ് കേട്ടോ. ഇങ്ങനെ 1-2 വീട്ടുകാരിങ്ങനെ അടുത്തടുത്ത് താമസിക്കുന്നത്. ഞങ്ങൾ മാത്രമേ ഇതുവഴി അങ്ങനെ പോകത്തും വരത്തുമൊക്കെ ഉള്ളൂ, വലിയ റോഡൊന്നും അല്ല. ഇതാണ് ഞങ്ങളുടെ നാട്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഈ വഴിയൊക്കെ കാണുമ്പോൾ